ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദ് അവർകൾ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഇതിഹാസ പുരുഷനല്ലേ. ഉസ്താദ് അവർകൾ ഒരു ആത്മകഥ എഴുതി, അനുയായികൾക്ക് പോലും കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് എതിരാളികൾ വായിച്ചു തീർത്ത ഒരു വല്ലാത്ത ആത്മകഥയാണ്. എനിക്ക് പോലും ഇപ്പോഴും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ആ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഉസ്താദിൻ്റെ ആത്മകഥ പലരാലും വായിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് നൗഷാദ് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ആദ്യം അത് കേൾക്കാം. ഉസ്താദ് ആത്മകഥ എഴുതാൻ പോയതല്ല, ശൈഖവറുകളെ കുറിച്ച് കിതാബ് എഴുതിയതാ. ഇപ്പൊ എന്താ അവസ്ഥ? ശൈഖവറുകളെ കുറിച്ച് എഴുതിയ കിതാബ് പിൻവലിപ്പിച്ച് സ്വയം ആത്മകഥ. ആത്മാവ് കഥ കഴിഞ്ഞു പോവും, ശ്രദ്ധിച്ചോളണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, കുത്തുബുല്ല ഇവിടെ മനസ്സിലാക്കുന്നത് ഒന്നുമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ വടിയിൽ നിന്ന് തെറിച്ചുപോയ നിങ്ങളുടെ ആത്മാക്കളുടെ കഥ കഴിഞ്ഞുപോയി. നരകത്തിലേക്കുള്ള പോക്കാണ് മൗലവി പോകുന്നത്. എന്തേ ആത്മകഥ എഴുതാൻ പാടില്ലേ? ആത്മകഥ എഴുതാൻ പാടില്ലേ? ഞാൻ എണ്ണിക്കോ, മഹാന്മാരായ അയിമ്മത്തുകളിൽ ഇമാമുകൾ 10 പേരെ ഞാൻ എണ്ണാം. സ്വന്തം ആത്മകഥ രചിച്ച ഇമാമുകൾ 10 പേരെ ഞാൻ എണ്ണാം. നമ്പർ 1 ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ആത്മാവിന്റെ കഥ കഴിഞ്ഞോ? ആത്മകഥ എഴുതിയതുകൊണ്ട് ഗസാലി ഇമാമിന്റെ ആത്മകഥ അൽ മുൻഖിദ് മിനൽ ളലാൽ, അവിടുത്തെ ആത്മകഥയുണ്ടതില്ലേ. ഇനി നോക്കൂ, ഇമാമുൽ ഉമാദ് അൽ ഇസ്ഫഹാനി, അവിടുത്തെ അൽ ബർഖുശാമി എന്ന ഗ്രന്ഥം. ഇനി യാഖൂത്തുൽ ഹമവി, അതുപോലെ തന്നെ ലിസാനുദ്ദീനുൽ ഖതീബ്, ബഹുമാനപ്പെട്ടവർ അൽ ഇഹാത്ത എന്ന കിതാബ് തൻ്റെ ആത്മകഥ രചിച്ചിട്ടുണ്ട്. ഇമാം സഖാവി, ബഹുമാനപ്പെട്ടവർ അല്ലൗഉൽ ലാമിഉ ഫീ റിജാലിൽ ഖർനി അത്താസിഉ എന്ന ഗ്രന്ഥം തൻ്റെ ആത്മകഥയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുന്ന് ഹുസ്നുൽ മുഹാദറ ഫീ അഖ്ബാരി മിസ്ർ വൽ ഖാഹിറ എന്ന ഗ്രന്ഥം അവിടുത്തെ ആത്മകഥയുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുന്ന് തൻ്റെ ആത്മകഥ രചിക്കുന്നു ലത്വാഇഫുൽ മിനൻ വൽ അഖ്ലാഖ് ഫീ ബയാനി വുജൂബി തഹദ്ദുസി ബിനിഅമത്തില്ലാഹി അലൽ ഇത്ലാഖ്. ഇനി നോക്കൂ, നമ്പർ 7 മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ആത്മകഥ രചിക്കുന്നു അദ്ദുററുൽ കാമിന. ഇനി നമ്പർ 8 ഇമാം അബുർ റബീഉൽ മാലിക്കി. 9 ഇമാം ഇസ്സ് ബിൻ ജമാഅ. 10 മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ജസ്രി റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. ഇങ്ങനെ എണ്ണിയാൽ എത്ര ഇമാമുകളുടെ പേര് നമുക്ക് വായിക്കാൻ പറ്റും? സ്വന്തം ആത്മകഥ എഴുതി എന്നതുകൊണ്ട് എന്ത് കുറ്റമാ മൗലവി പറയാനുള്ളത്? അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കൾ, അവരോടുള്ള അസൂയ മൂത്ത് അവരിൽ നിന്നും എന്ത് കണ്ടാലും കണ്ണടച്ച് നിഷേധിക്കുക എന്നതല്ലേ നൗഷാദെ താങ്കൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ വടിയിൽ നിന്നും തെറിച്ചു പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇപ്പം ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെ അങ്ങ് മൂക്കിൽ കയറ്റാമെന്ന് ധരിച്ചു താങ്കൾ. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ആ നഷ്ടബോധത്തിൽ നിന്നുണ്ടാകുന്ന അസൂയയുടെ കിരണങ്ങൾ മാത്രമാണ് ഇതെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഉമ്മാക്കികൾ കാണിച്ചൊന്നും മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ നേരെ വരേണ്ടതില്ല എന്ന് നൗഷാദിനെയും അദ്ദേഹത്തിൻ്റെ കുരുവട്ടൂരിസത്തെയും ഞാൻ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.